ഹദീസ് നമ്പർ 37. حدثنا يحيى بن يحيى أخبرنا هشام بن إسماعيل بن أبي خالد بن قيس بن أبي مسعود الأنصاري رضي الله عنه قال جاء رجل إلى رسول الله صلى الله عليه وسلم. ഒരാൾ നബി തങ്ങളിലേക്ക് വന്നു. ഇവിടെ നമ്മൾ വിഷയമുള്ളത് ഇവിടെ അൽ ഇമാമുൽ മുത്തീൽ എന്നാണ്. നിസ്കരിക്കുമ്പോൾ ധാരാളമായി നീട്ടി നിസ്കരിക്കുന്ന ആളുകൾ, കൂടുതൽ ഓതിയിട്ടും ദുആ ചെയ്തിട്ടും മറ്റ് നിസ്കാരങ്ങളുടെ ഇടയിലുള്ളത് സ്വാഭാവികമായിട്ടൊരു പരിധിയുണ്ട്. അതല്ലാതെ തന്നെ വലിയ സൂറത്തുകളൊക്കെ അത് ആവശ്യപ്പെടാത്തതായ സമയങ്ങളിൽ, ഇപ്പോൾ ജുമാക്ക് വലിയ സൂറത്ത് മുനാഫിഖൂൻ ഓതുക എന്നുള്ളതും സുബഹിക്ക് വെള്ളിയാഴ്ചത്തെ സുബഹിയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള വലിയ സൂറത്തുകൾ ഓതുക എന്നതും കവിഞ്ഞ് സാധാരണ ദിവസങ്ങളിൽ സാധാരണ നിസ്കാരങ്ങളിൽ വലിയ സൂറത്തുകൾ ഓതിയിട്ട് ജനങ്ങൾക്ക് തുടരാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്നി അതാഖറു അൻ സ്വലാത്തി സുബ്ഹി മിൻ അജ്ലി ഫുലാൻ. നബിയെ, ഒരു ഇമാമ് നിൽക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും സുബ്ഹിക്ക് പള്ളിയിലേക്ക് എത്താറില്ല. കാരണം അദ്ദേഹം നീട്ടി നിസ്കരിക്കുന്നു. അതുകൊണ്ട് ശേഷം ജോലി കാര്യങ്ങളിലേക്ക് മറ്റിലൊക്കെ വ്യാപൃതനാവാനുള്ള പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. അന്ന് നബിതങ്ങൾ പ്രസംഗത്തിൽ ദേഷ്യം പിടിച്ച് മുഖം വിവർണമായ അത്ര മറ്റൊരു സമയത്തും കണ്ടിട്ടില്ല. ഇമാമ് നിൽക്കുന്ന ആളുകളുടെ നീട്ടി നിസ്കരിക്കൽ കാരണമായിക്കൊണ്ട് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ. എന്തിനാണ് ഇമാമുകളൊക്കെ വെച്ചിട്ടുള്ളത്? ജനങ്ങൾക്ക് ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഇമാമ് കാരണമായിട്ട് ഇമാമുകൾ മറ്റുള്ള ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാലോ? അപ്പോൾ അവിടുന്ന് യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്ന മിൻകും മുനഫരീന, നിങ്ങളെ കൂട്ടത്തിൽ വെറുപ്പിക്കുന്ന ആളുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നിഫറത്ത്, വെറുപ്പുണ്ടാക്കുന്ന ആളുകളുണ്ട്. ഫഇന്നക്കും ഫഅയ്യുക്കും അമന്നാസ, നിങ്ങളിൽ വല്ലവനും ഇമാമം നിൽക്കുകയാണെങ്കിൽ ഫൽയൂജിസ്, അവൻ അതിനെ സംഗ്രഹിപ്പിച്ചു കൊള്ളട്ടെ. ഫഇന്ന മിൻ വറഇഹിൽ കബീറ, അവൻ്റെ പിറകിൽ വയസ്സ് വന്ന വാർദ്ധക്യം ബാധിച്ച ആളുകളുണ്ടാവും. വല്ലഈഫ, ബലഹീനരായ, കുറേ നേരമൊക്കെ നിൽക്കാൻ പ്രയാസമുള്ള, മുട്ടുവേദനയും ഉരവേദനയും ഒക്കെ ഉള്ള ആളുകളുണ്ടാകും. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കസാരയിൽ നിന്നും വിരുന്നുമൊക്കെ നിസ്കരിക്കുന്ന ബലഹീനരായ ആളുകളും ഉണ്ടാകും. അത് ഫിസിക്കലി അവരുടെ പ്രയാസങ്ങൾ. അടുത്ത വദൽ ഹാജ, ആവശ്യക്കാരുണ്ടാകും. മെൻ്റലി അവർക്ക് ആരോഗ്യം നിസ്കരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, അവരെ നിസ്കരിക്കുന്ന ആളുകൾ. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്ത ട്രെയിനിന് പോകേണ്ടി വരും, അടുത്ത ഫ്ലൈറ്റിന് പോകേണ്ടി വരും, അടുത്ത ബസ്സിന് പോകേണ്ടി വരും, വേറെ എന്തെങ്കിലും ഇടപാടുണ്ടാകും, ക്ലാസ് ഉണ്ടാകും, ഉത്തരവാദിത്തമുള്ളവരുണ്ടാകും, സൈൻ ചെയ്ത് കയറാനുള്ള ആളുകളുണ്ട്. ഇങ്ങനെ ആവശ്യക്കാരുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താക്കരുത്, ഇത്വാലത്ത് ചെയ്യരുത്, മൂജിസാക്കി നിസ്കരിക്കണമേ എന്ന് അവിടുത്തെ അധ്യാപനം. ഹദീസ് നമ്പർ 38. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ, ബിലാൽ റളിയല്ലാഹു അൻഹു രാത്രിയിൽ ബാങ്ക് കൊടുക്കും. ഫകുലു, നിങ്ങൾ ഭക്ഷിച്ചോളൂ, വശ്റബു, നിങ്ങൾ പാനം ചെയ്തോളൂ, ഹത്ത യുഅദ്ദിന ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹും, ബാങ്ക് കൊടുക്കുന്നത് വരെ. മദീന പള്ളിയിൽ തിരുനബിയുടെ 2 മുഅദ്ദിനുമാരായിരുന്നു, ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹും ബഹുമാനപ്പെട്ട ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. മക്തൂം റളിയല്ലാഹു അൻഹു അന്ധത ഉള്ള സ്വഹാബിയാണ്. അപ്പോൾ അദ്ദേഹം സുബ്ഹിയുടെ 2ാം ബാങ്ക് കൊടുക്കും. അതായത് നാം ഇന്ന് കൊടുക്കുന്ന നമ്മുടെ ഏക ബാങ്ക്. അതിന് മുമ്പ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കും. ആ ബാങ്ക് തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ വരുന്നത്. തഹജ്ജുദിന് വേണ്ടിയുള്ള ബാങ്കല്ല, തഹജ്ജുദിന് അങ്ങനെ ബാങ്കൊന്നുമില്ല. പക്ഷേ ഏകദേശം ആ സമയത്ത് സുബഹി ബാങ്കിൻ്റെ 1 മണിക്കൂർ മുമ്പ്, 5:30ക്കാണ് സുബഹി ബാങ്കെങ്കിൽ ഒരു 4:30 4:45 ആകുമ്പോഴേക്കും ആ ബാങ്ക് കൊടുക്കും. അപ്പോഴേക്കും ആളുകളൊക്കെ ഉണർന്ന് എണീച്ച് നോമ്പിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് തഹജ്ജുദിനൊക്കെ ഒരുങ്ങി ശേഷം സുബഹീൻ്റെ ടൈം ആകുമ്പോൾ മക്തൂബിലെല്ലാം ബാങ്ക് കൊടുക്കും. അപ്പോഴേക്കിന് ഫജ്ർ വെളിവാകും. തീറ്റയും കുടിയും ഒക്കെ സ്റ്റോപ്പാക്കിയിട്ട് നോമ്പിന് പ്രവേശിക്കാം. ഈ സമയമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവിടെ പഠിപ്പിച്ചത്. അടുത്ത ഹദീസ് 39. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഹസ്വാതി വ അൻ ബൈഇൽ ഖറർ. ബൈഉൽ ഹസ്വാത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ കോരി വിൽക്കുക, കോരിയിട്ട് പിന്നെ എത്രയാണ് എന്ന് അളവും കൃത്യമൊന്നും പറയാതെ
അങ്ങനെ വാരി വിൽക്കുന്നതിന് കൂമ്പാര വിൽപ്പന അത് പാടില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. അടുത്ത ബൈ ഇൽ ഖൊറർ. ഖൊറർ എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ വിൽപ്പന. ഈ ഖൊറർ വരാന്ന് പറഞ്ഞാൽ അപ്പോൾ കൃത്യമായി വസ്തുക്കളുടെ ന്യൂനതകളും കുറവുകളും ഒന്നും പറയാതെ പെയിൻ്റ് അടിച്ചുകൊണ്ട് കാതലാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വിൽക്കുന്നത്. പശുവിൻ്റെ അകിട് 2 ദിവസം പാല് കറക്കാതെ അകിട് വീർപ്പിച്ച് കെട്ടിക്കൊണ്ട് നല്ല അകിടുള്ള പശുവാണ്, കറവുള്ള പശുവാണെന്ന് വാങ്ങുന്ന ആളുകളെ തോന്നിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഹൊററായ വിൽപ്പതിനെ തൊട്ടും അളവില്ലാതെ കൂമ്പാരം വിൽപ്പനയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു. അടുത്ത ഹദീസ് നമ്പർ 40. قال النبي صلى الله عليه وسلم كلمتان حبيبتان إلى الرحمن. ദിക്റുകളുടെ മഹത്വം പറയുന്നതാണ്. ആഖിറത്തിൽ ഉപകാരപ്രദമാകുന്ന ദിക്റുകളെ കുറിച്ച്, ദുനിയാവിൽ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ദിക്റുകളെ കുറിച്ച്, മനുഷ്യന് സുഗമമായ ദിക്റുകളെ കുറിച്ച് പറയുന്നു. കലിമത്താനി 2 വചനങ്ങൾ, ഹബീബത്താനി ഇല റഹ്മാൻ, റഹ്മാന റബ്ബിലേക്ക് ഏറ്റവും ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടതാണ്. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവുകളുടെ മേലിൽ അത് ഏറ്റവും ഭാരവും കുറവാണ്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഭാരം തൂങ്ങുന്നതുമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ള ദിക്റാണ്. ധാരാളം ഇടത്ത് കേട്ട ഹദീസാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീൽ ബുഖാരിയുടെ അവസാനത്തെ ഹദീസായി ഉദ്ധരിച്ചതാണ്. കലിമത്താനി 2 വചനങ്ങൾ, ഹബീബത്താനി അൽ റഹ്മാൻ, അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സിൽ ഒരു സന്തോഷം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സ് അതിലേക്ക് വെമ്പൽ കൊള്ളുന്നു. ഏതാണ് ആ വചനങ്ങളുള്ളത്? അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്ന സമയത്ത് സത്യവിശ്വാസി അതിലേക്ക് കയറി വരണം. അപ്പോൾ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്തെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിൻ്റെ മേൽ ഭാരം കുറവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ അവൻ്റെ ശരീരം റെഡി. ആദ്യം മാനസികമായിട്ട് അവൻ ഒരുങ്ങി, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ, എന്ത് റിസ്ക് കൊടുത്തും അത് ചെയ്യാമെന്ന്. അപ്പോൾ ഒന്നുകൂടിയും അവനക്ക് സിമ്പിളാവുന്നു. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വലിയ ഭാരമല്ല കേട്ടോ. അപ്പോൾ ശരീരം കൊണ്ട് വല്ലാണ്ട് മെനക്കെടേണ്ട, സമ്പത്ത് ചിലവഴിക്കേണ്ടതുണ്ട്, ദൂരം താണ്ടി ഹജ്ജിന് വേണ്ടി പോകേണ്ടതില്ല, കണക്കുകളെല്ലാം എടുത്ത് നിസാബും അളവും തൂക്കവും ഒക്കെ തൂക്കി സക്കാത്തിൻ്റെ പോലെ മറ്റൊരാളുടെ സഹായം തേടേണ്ടതൊന്നുമില്ല. ഇരുന്നിടത്ത് തന്നിൽ ചലിപ്പിക്കാൻ പറ്റുന്ന, തൻ്റെ നാവ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണല്ലോ എന്ന് വെക്കുമ്പോൾ, അപ്പോൾ മെൻ്റലി ഫിസിക്കലി ഹീസ് റെഡി. നെക്സ്റ്റ് പറയുന്നു, സഖീലത്താനി ഫിൽ മീസാൻ, ആഖിറത്തിൽ അമലുകളെ കനം തൂക്കുന്ന മീസാൻ എന്ന തുലാസിൽ അത് കനം തൂങ്ങുന്നതുമാണെന്ന് പറയുന്ന സമയത്ത് സത്യവിശ്വാസി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനിരിക്കുന്നു. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതാണ്, ചെയ്യാൻ വേണ്ടി പ്രയാസമല്ല, നാവിന് എളുപ്പമാണ്, മാത്രവുമല്ല മീസാൻ നല്ല കനം തൂങ്ങുന്നതുമാണെന്ന് പറയുമ്പോൾ അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്ർ. അപ്പോൾ ആ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് അവൻ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവൻ അള്ളാഹുവിനോട് ചെയ്തതും അള്ളാഹു അവൻക്ക് ചെയ്തു കൊടുത്തതുമെല്ലാം കണക്ക് കൂട്ടി അള്ളാഹുവിൻ്റെ എല്ലാ അഫ്ആലുകളെ അവൻ വിലയിരുത്തി മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറയുന്നു, സുബ്ഹാനല്ലാഹ്, അള്ളാഹു സംശുദ്ധനാണ്, അള്ളാഹു പരിശുദ്ധനാണ്, കളങ്കമില്ലാത്തതാണ്, ചെയ്തികളിൽ വാക്കുകളിൽ പ്രവൃത്തികളിൽ തരാമെന്ന് പറഞ്ഞതിൽ തന്നുകൊണ്ടിരിക്കുന്നതിൽ അള്ളാഹുവിന് കളങ്കമില്ല, കുറവില്ല, ന്യൂനതകളില്ല, ഡിഫക്റ്റുകളില്ല. എല്ലാ എഫക്റ്റിലും ഡിഫക്റ്റില്ലാത്ത റബ്ബാണ് സുബ്ഹാനല്ലാഹ്. വബിഹംദിഹി, അവനക്ക് ഹംദ് കൊടുക്കുന്നു, അവനെ സ്തുതിക്കുന്നു. സ്തുതി പാടേണ്ടത് അവനക്കാണ്. എല്ലാം നൽകിയത് അള്ളാഹുവാണ്. അതിൻ്റെ റോ മെറ്റീരിയൽ ഉണ്ടാക്കിയതും അതിനെ സെക്കൻഡ് മെറ്റീരിയൽ ആക്കിയതും ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാക്കിയതും ഇൻഗ്രീഡിയനെ മറ്റൊന്നാക്കി മാറ്റിയതും എല്ലാം അള്ളാഹുവിൻ്റെ ചെയ്തികളാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹിൽ അലീം, അലീമായ അവൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹു അലീമാണ്, അവൻ്റെ മഹത്വത്തിന് നിരക്കാത്തത് പലരും നമ്മൾ ചിന്തിച്ച് ചെയ്തു കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ മഹത്വം വീണ്ടും അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, സുബ്ഹാനല്ലാഹിൽ അലീം, അലീമായ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന്. അപ്പോൾ ധാരാളം ദിക്റുകൾ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ തങ്ങൾ പറഞ്ഞ 40ഓളം ഹദീസുകൾ നമ്മൾ പറഞ്ഞു
കേട്ടു, മനസ്സിലാക്കി, ചർച്ച ചെയ്തു. വല്ല കുറവുകളും തെറ്റുകളുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹു ജല്ല ജലാലുഹു അതൊക്കെ പുറത്ത് മാഫാക്കി നമ്മുടെ 40 ഹദീസുകൾ പഠിച്ച് അത് കൈകാര്യം ചെയ്ത് ഹൃദിസ്ഥമാക്കിയവരിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.